ഹായ് എവ്രി വൺ, വെൽക്കം ടു വോയിസ് ഓഫ് ശ്രദ്ധ. ഇന്ന് നമ്മളോട് കൂടിയുള്ളത് ജെഫിൻ ആൻഡ് ജാസ്മിൻ ആണ്. ഹായ് എവ്രി വൺ, ഹലോ. ഹലോ. എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെ പോകുന്നു നമ്മുടെ ക്ലാസ്സസ് ഒക്കെ? ക്ലാസ്സുകളൊക്കെ വളരെ മനോഹരമായിട്ട് പോകുന്നു. കുട്ടികളൊക്കെ ഹാപ്പിയാണ്. ആൻഡ് ഓൾസോ ടീച്ചേഴ്സും ഹാപ്പിയാണ്. നമ്മളും ഹാപ്പിയാണ്. നമ്മളും ഹാപ്പിയാണ്. നന്നായിട്ട് പോകുന്നു. അതെ, അതെ, നമ്മള് കഴിഞ്ഞ വട്ടം ഒരു ഇതിന്റെ അകത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഔട്ട്കം നമുക്ക് കിട്ടുന്നുണ്ട്. യെസ്. അതെ, എപ്പോഴും ഫീഡ്ബാക്ക് കിട്ടുമ്പോഴായിരിക്കുമല്ലോ മുന്നോട്ട് പോകാനുള്ള ഒരു ഇൻസ്പിറേഷൻ. കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ നമ്മൾ സംസാരിച്ച ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു പേരന്റിങ്, കുട്ടികളുടെ സ്റ്റഡീസ്, അവരുടെ കൺസിസ്റ്റൻസി. അതെങ്ങും എങ്ങും എത്തിയില്ലായിരുന്നു. ഇനി നമുക്ക് അതിനെപ്പറ്റി കുറച്ചുകൂടെ സംസാരിക്കാം. മെയിൻലി നമുക്ക് ഇന്ന് പേരന്റിങ് എന്നൊരു സബ്ജക്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്താലോ? നിങ്ങൾ എന്ത് പറയുന്നു? അതെ, പേരന്റിങ് ഇന്നത്തെ കാലത്ത് നമ്മൾ പറയേണ്ട ഒരു മെയിൻ ടോപ്പിക് തന്നെയാണ് പേരന്റിങ് എന്നുള്ളത്, അല്ലേ ജാസ്മിൻ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാവരും ഫോക്കസ് ചെയ്യുന്നതും, എന്നാൽ അതായത് തിയററ്റിക്കലി പറയുമ്പോൾ പേരന്റിംഗ് എന്ന് പറയുന്നത് കാര്യങ്ങൾ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പക്ഷെ പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ പേരന്റിംഗ് വളരെ കൃത്യമായിട്ട് നടക്കാതെ പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. സോ അത് വളരെ നല്ലൊരു ടോപ്പിക്കാണ് നമുക്ക് സംസാരിക്കാനായിട്ട്. അതിനെപ്പറ്റി എനിക്ക് സംസാരിച്ചാൽ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ പേരന്റിങ് ആണോ ഗ്രാൻഡ് പേരന്റിങ് ആണോ നടക്കുന്നതെന്ന് നിനക്ക് എന്ത് തോന്നുന്നു? വളരെ വളരെ കറക്റ്റ് അല്ലേ ജെഫിൻ? അതെ, ഇന്നത്തെ സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞാൽ പേരൻസ് വർക്കിംഗ് കൾച്ചർ. നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ഓൾറെഡി നമ്മളെല്ലാം കണ്ടീഷൻഡാ ഫോർ സർവൈവൽ. നമ്മൾ ഇങ്ങനെ പുറത്തു പോകണം, അല്ലെങ്കിൽ പേരൻസ് ജോലി ചെയ്യണം, എന്നിട്ട് ഗ്രാൻഡ് പേരൻസ് കുട്ടികളെ റേസ് ചെയ്യുന്നു എന്നുള്ളൊരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു. പണ്ടെന്ന് പറഞ്ഞാൽ ജോയിന്റ് ഫാമിലീസ് ഒക്കെ ആയിരുന്ന കാലഘട്ടത്തിൽ അത് നല്ല രീതിയിൽ പോസിബിൾ ആവും. കാരണം ഗ്രാൻഡ് പേരൻസ് മാത്രമല്ല, ബാക്കിയുള്ളവര് ഒരു റൊട്ടേഷണൽ ബേസിസിൽ എപ്പോഴും ഒരാൾ കൂടെ ഉണ്ട്. ഈ ജനറേഷണൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു കാര്യമാണ്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മൾ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസ്, അതായത് ഇപ്പൊ 9th-ലും 10th-ലും ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസും നമ്മളുമായിട്ട് ഏജ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും ഒരു 10-11 വർഷത്തെ വ്യത്യാസം കാണും. ബട്ട് അവരിപ്പോഴേ നമ്മുടെ ലെവൽ, അല്ലെങ്കിൽ നമ്മളെക്കാട്ടിലും ഹയർ ലെവലിൽ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ കാര്യങ്ങൾ അവർക്ക് അറിയാം. അത് നമ്മളൊരു വലിയ പ്രശ്നം. അപ്പൊ നമ്മുടെ പേരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്രയും കുറവേ ഉള്ളൂ ഇപ്പോഴത്തെ ടെക്നോളജിയായിട്ടുള്ള എക്സ്പോഷറും കാര്യങ്ങളും. ഗ്രാൻഡ് പേരൻസ് വരുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് അവരെ പറ്റിക്കാൻ പറ്റും, അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ, അവർക്ക് പഠിച്ച എല്ലാം ഇവർക്ക് ചെയ്യാൻ പറ്റും. എന്താണെങ്കിലും അവരുടെ ആഗ്രഹം പോലെ ചെയ്യാനായിട്ട് കഴിയും. ഇപ്പൊ ഒരു കോമഡി ഒരു റീൽസ് കാണുമല്ലോ. ഇപ്പം നമ്മുടെ കുട്ടി നമ്മൾ കുട്ടിയാണെങ്കിൽ നമ്മുടെ പേരന്റ് നമ്മളോട് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിക്കുഞ്ഞിനകത്തെ വാസുവണ്ണന്റെ ഫിഗർ ഒക്കെ വെച്ചിട്ട് നമ്മളുടെ പേരന്റ് ആയിരുന്നപ്പം നമ്മളോട് അച്ഛനായിരുന്നു. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരോട് കാണിക്കുന്ന ഒരു മെന്റാലിറ്റി ഉണ്ട്. അവരോട് അത്രയും ലിബറലായിട്ട് അവർ നിൽക്കുന്നു. അവരുടെ കൂടെ കളിക്കുന്നു, അവരുടെ കൂടെ അവരെന്ത് കാണിക്കുന്ന കോപ്രായങ്ങൾക്കും അവരിങ്ങനെ കൂട്ടു നിൽക്കുന്നു. മുടി കെട്ടണമെങ്കിൽ മുടി കെട്ടിക്കൊടുക്കുന്നു. ഇതൊന്നും അവര് കുട്ടിയായിരുന്നപ്പം അവരുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടാതിരുന്ന കാര്യം ഇപ്പൊ അവരുടെ കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. അത്ര അവർ ലിബറൽ ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ ഒരു കുട്ടികളെ മാനേജ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ തന്നെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ എത്രത്തോളം ഗ്രാൻഡ് പേരന്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് പോകുന്നുണ്ട് എന്നുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കുട്ടികൾക്ക് അവർക്ക് വേണ്ടുന്ന എല്ലാ ലാളനയും എല്ലാ പ്രോത്സാഹനവും ഒക്കെ ഗ്രാൻഡ് പേരൻസ് നൽകും. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, എന്റെ കുട്ടിയുടെ കുട്ടി എന്നുള്ള ഒരു ഭയങ്കര ഒരു സ്നേഹം, ഒരു പൊസസീവ്നെസ്, അവർക്ക് എന്ത് ചോദിച്ചാലും കൊടുക്കാനുള്ള ഒരു ആഗ്രഹം, അതൊക്കെ വരുന്ന സമയത്ത് ആ സ്ട്രിക്ട്നെസ് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ നഷ്ടപ്പെട്ടു പോവാം. എല്ലാം നേടിക്കൊടുക്കുക, അവരുടെ കണ്ണ് നിറയാൻ അനുവദിക്കാതെ, അവർക്കൊരു വിഷമം ഉണ്ടാക്കാതെ എല്ലാ സ്പോട്ടിൽ തന്നെ ചെയ്തു കൊടുക്കുന്ന ഗ്രാൻഡ് പേരൻസിനെ നമുക്ക് ഇന്ന് കാണാൻ കഴിയും. ഇന്നല്ല, പണ്ട് തൊട്ടേ ഗ്രാൻഡ് പേരൻസ് ഈ പേരൻസ് ഗ്രാൻഡ് പേരൻസ് ആയിട്ട് മാറി കഴിയുമ്പോൾ ഉള്ളൊരു ചേഞ്ച് ആണത്. അപ്പം അത് പക്ഷേ വളരെ നല്ലതാണെങ്കിൽ തന്നെയും അങ്ങനെ ഒരു പേരന്റിങ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രാൻഡ് പേരന്റിങ് കുട്ടിക്ക് ഗുണത്തെക്കാൾ ഉപരി ദോഷങ്ങൾ സമ്മാനിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പല കുട്ടികളുടെ അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് അതൊരു ദോഷമാണ് അവർക്ക് സമ്മാനിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഫസ്റ്റ് ടൈം ഒരാൾ പേരന്റ് ആകുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ അവർക്ക് ഒരു ഐഡിയ ഇല്ല എന്താ അവർ ചെയ്യുന്നതെന്നുള്ളത്. അപ്പം അവർ മെയിൻലി ഒരു പ്രഷറിലായിരിക്കും. അതായത് എന്റെ കുട്ടികൾ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ എന്റെ കുട്ടിയിലൂടെ എനിക്ക് നേടണം എന്നായിരിക്കും പേരൻസ് മോസ്റ്റ് പ്രോബബ്ലി ആഗ്രഹിക്കുന്നത്. പക്ഷെ ഗ്രാൻഡ് പേരൻസിലേക്ക് വരുമ്പോഴത്തേക്ക് അവർ ഓൾറെഡി കുട്ടികളെ വളർത്തി വലുതാക്കി. ഇപ്പം ജാസ്മിൻ പറഞ്ഞോട്ടെ, തന്നെ മക്കളുടെ മക്കളാണ് അവർ. അവർക്ക് സ്നേഹം എന്നുള്ള ഇതേ ഉള്ളൂ. അവരെ ഒരുപാട് ശിക്ഷണത്തിലൂടെ നന്നാക്കി എടുക്കുക എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ അവരെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഗ്രാൻഡ് പേരൻസിന്റെ മെയിൻ ഒരു ലക്ഷ്യം. പിന്നെ മക്കൾ എന്തെങ്കിലും ഇപ്പം ഒരു പരിധി കൂടുതൽ വഴക്ക് പറയുവോ, അല്ലെങ്കിൽ ഒരു പരിധി കൂടുതൽ അവരെ കൺട്രോൾ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ മക്കൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ കസിൻസിന്റെ മക്കള് ഒക്കെ ഈ ഗ്രാൻഡ് പേരൻസിനോട് നിൽക്കുമ്പോൾ അവർക്ക് പേടിയാണ് വഴക്ക് പറയാൻ, അല്ലെങ്കിൽ അവർക്ക് കൂടുതലൊരു ഭയമാണ് ഉള്ളിൽ. അതായത് മക്കൾ എന്തെങ്കിലും കുറ്റം പറയുമോ,
ഞാനിപ്പോ ഒരു അടി കൊടുത്താൽ എന്റെ മോൻ എന്നെ എന്തെങ്കിലും പറയോ അല്ലെങ്കിൽ മോൾ എന്നെ എന്തെങ്കിലും പറയുമോ എന്നുള്ളൊരു പേടിയും ഉണ്ട് അവർക്ക്. അതിനുപരി സ്നേഹമാണ് മെയിനായിട്ട് നിൽക്കുന്നത്. അപ്പം തന്നെയല്ല, കുട്ടികൾ ഈ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞത്. ഇതേപോലെ തന്നെ എന്റെ കസിൻസിന്റെ പിള്ളേർ വീട്ടിൽ നിൽക്കുമ്പോൾ അവരുടെ അപ്പച്ചനും അമ്മച്ചിക്കും അറിയാത്തതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ അവർക്കറിയാം. അതായത് ഒരു കുഞ്ഞ് നല്ല രീതിയിൽ സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പേ അവന് ഫോൺ എടുത്ത് വാട്സാപ്പിലൂടെ വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒക്കെ അറിയാം. അയക്കുന്നതൊക്കെ തെറ്റായിരിക്കും, വോയിസ് മെസ്സേജ് അയക്കാൻ അറിയാം. ചിലപ്പോൾ അപ്പച്ചനും അമ്മച്ചിക്കും കാണിച്ചു കൊടുക്കുന്നവനായിരിക്കും. ഇവിടെ ട്യൂഷൻ പഠിക്കാൻ വന്നിട്ടുള്ള ഒരു കുഞ്ഞുണ്ടായിരുന്നു, എന്റെ ഒരു കസിന്റെ കുഞ്ഞ്. അവന്റെ അമ്മച്ചിക്ക് ഫോൺ യൂസ് ചെയ്യാൻ അങ്ങനെ അറിയില്ല. പക്ഷെ അവന് എഴുതാനും വായിക്കാനും പഠിക്കുന്നതിന് മുമ്പ് അവൻ ഗെയിംസിന്റെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ പഠിച്ചു. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം അവന് എഴുതാനോ വായിക്കാനോ അറിയില്ല. പടം കണ്ടിട്ടാന്ന് തോന്നുന്നു അത് ഡൗൺലോഡ് ചെയ്തോണ്ടിരുന്നത്. അത്രയും അഡ്വാൻസ്ഡ് ആണ് ഇപ്പോഴത്തെ ജനറേഷൻ വരുമ്പോൾ. അതെ. പേരന്റിങ്ങില് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള വേറൊരു കാര്യമുണ്ട്. അതായത് ഇപ്പൊ ജെഫിൻ പറഞ്ഞില്ലേ, എനിക്ക് നേടാൻ പറ്റാതിരുന്ന കാര്യം എന്റെ കുട്ടി നേടണം എന്നൊരു കാര്യം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും എന്റെ കുട്ടി അനുഭവിക്കാൻ പാടില്ല. അങ്ങനെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് അവർക്ക് ബുദ്ധിമുട്ടൊന്നും അവരനുഭവിക്കാതെ അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുത്ത്, അങ്ങനെ ആ ടൈപ്പ് ഓഫ് പേരന്റിങ്ങും കൂടെ ഉണ്ട്. ഒരിക്കലും ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയരുത്, അവർ വിഷമിക്കാൻ പാടില്ല. അത് ശരിക്കും നല്ലതാണോ? അത് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ടു സൈഡ്സ് ഓഫ് എ കോയിൻ പോലെ. അതിന് പ്രോസും ഉണ്ട് കോൺസും ഉണ്ട്. കാര്യം നമ്മളായാലും ആഗ്രഹിക്കത്തില്ല, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഇപ്പൊ നമ്മളിപ്പോ ശ്രദ്ധ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ആഗ്രഹിച്ചത്, ജെഫിൻ ഫസ്റ്റ് വ്ലോഗിൽ നമ്മുടെ പോഡ്കാസ്റ്റിൽ സംസാരിച്ചു, എനിക്കിങ്ങനെ പറഞ്ഞു തരാൻ ഒരു ടീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നൊരു കോൺസെപ്റ്റ്. അപ്പൊ ആ ഒരു വിഷമം നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോൾ നമ്മൾ ഈ ശ്രദ്ധയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ കുട്ടിയുടെ പേസിനനുസരിച്ച് നീങ്ങുന്ന ഒരു മെന്ററിനെ കുട്ടിക്ക് വേണ്ടി കൊടുക്കുക. അതാണ് നമ്മൾ ഈ ശ്രദ്ധയിലൂടെ ഉദ്ദേശിച്ചത്. ഇതൊരു ചെറിയൊരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞതാണ്. ഇതുപോലെ ഒരു പേരന്റ് ആഗ്രഹിക്കുന്നത്, ഞാൻ സ്കൂളിൽ പോയപ്പോൾ എനിക്ക് ഇതില്ലായിരുന്നു, എനിക്ക് വാച്ച് ഇല്ലായിരുന്നു, എനിക്ക് നല്ല ഒരു ഹൈ ക്വാളിറ്റി പെൻ ഇല്ലായിരുന്നു, എനിക്ക് നല്ല ബാഗ് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ 2 years അടുപ്പിച്ച് അല്ലെങ്കിൽ 3 years അടുപ്പിച്ച് ഒരു ബാഗാണ് കൊണ്ടുപോയത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു വികാരം ഇവർക്കുണ്ട് പേരൻസിന്. അതായത് എനിക്ക് ആ സമയത്ത് നേടിയില്ല, എനിക്ക് കിട്ടിയില്ല, അപ്പൊ എന്റെ കുഞ്ഞിനും ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും ആഗ്രഹം. അവൻ എല്ലാ വർഷവും പുതിയ ബാഗ് കൊണ്ടുപോട്ടെ, എല്ലാ ബർത്ത്ഡേസിനും പുതിയ പുതിയ വാച്ച് കിട്ടട്ടെ, എല്ലാത്തിനും പുതിയത് കിട്ടട്ടെ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ കുട്ടിക്ക് ഒബ്വിയസ്ലി സന്തോഷമായിരിക്കും. പക്ഷേ ഗ്രാജുവലി ഇവർക്കൊരു സാധനം ഡെവലപ്പ് ചെയ്യും, ദാറ്റ് ഈസ് എല്ലാം ഇവർക്ക് അന്നേരം കിട്ടണം എന്നുള്ളൊരു സ്വഭാവം വരും. എല്ലാം പുതിയത് ഇപ്പൊ എനിക്ക് വേണം, ഇപ്പൊ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഇവരുടെ മെന്റൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ അങ്ങനെ കിട്ടാതെ വരുമ്പോൾ ഇവർ എന്തൊക്കെ കാട്ടിക്കൂട്ടും എന്നുള്ളത് നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല. അതായത് പെട്ടെന്ന് ഇതുവരെ എനിക്കെല്ലാം കിട്ടിക്കൊണ്ടിരുന്നു, അപ്പൊ ഇനിയും കിട്ടണം. ചിലപ്പം ഇത്രയും കാലം ജീവിച്ച പോലെ ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ മണി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൈഡ് നമുക്ക് ആ സമയത്തില്ല. കുട്ടിക്ക് അത് താങ്ങാൻ പറ്റില്ല. കുട്ടിക്ക് പെട്ടെന്ന് ഇപ്പൊ ഞാൻ ഈ വർഷം പപ്പയുടെ പൈസ ഇല്ല മോനെ, ഈ ബാഗേ ഉള്ളൂ, പറ്റില്ല പപ്പ, ഞാൻ ഇത്രയും കാലം ഓരോ വർഷം ഓരോ ബാഗാണ് കൊണ്ടുപോയത്, ഈ വർഷം എനിക്ക് പുതിയത് വേണം എന്നുള്ള വാശിയുടെ മുമ്പിൽ തോറ്റു മടങ്ങാനല്ലാതെ ഒരു ഫാദറിനോ മദറിനോ വേറെ ഓപ്ഷൻ ഇല്ലാണ്ടായി പോകും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണത്. ഞാൻ ബുദ്ധിമുട്ടിയതുപോലെ എന്റെ കുട്ടി ബുദ്ധിമുട്ടരുത് എന്ന് ഒരു പേരന്റ് ആഗ്രഹിക്കുന്നത് തെറ്റില്ല. പക്ഷെ ഒരിക്കലും അതെപ്പോഴും ഒരു ഇൻ കൺട്രോൾ ആയിരിക്കണം. എല്ലാ കാര്യത്തിലും നമ്മളിങ്ങനെ പൊതിഞ്ഞ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഫൈനലി അല്ലെങ്കിൽ ഒരു ജീവിതത്തിന്റെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ കുട്ടിക്ക് അത് താങ്ങാൻ കഴിയില്ല. നമ്മൾ ആ കുട്ടിയെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്വഭാവത്തിലൂടെ നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ധാരാളമായി പാമ്പർ ചെയ്ത. എനിക്ക് തോന്നുന്നു പേരൻസിന് ഇതൊരു ഈഗോ ആയിട്ട് മാറുമ്പോഴേ, അതായത് ഇപ്പൊ ജാസ്മിൻ പറഞ്ഞുകൊണ്ട് തന്നെ എനിക്കിത് കിട്ടിയില്ല, എന്റെ കുട്ടിക്ക് ഇതൊക്കെ കിട്ടണം എന്നൊരു ഈഗോ വരുമ്പോൾ, നമ്മൾ സ്നേഹത്തോടെ ചെയ്യുന്നതും ഈ ഈഗോയോടെ ചെയ്യുന്നതുമാണ് ഇതിന്റെ വ്യത്യാസം. അപ്പം നമ്മുടെ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ വളരെയധികം കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കും, ബാഗുകൾ വാങ്ങിച്ചു കൊടുക്കുന്നു. പക്ഷെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇതൊന്ന് നിർത്തണമെന്ന് തോന്നുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്കൊരു ഫിനാൻഷ്യൽ ഡിഫിക്കൽറ്റി വരുമ്പോഴോ ഒക്കെ ആ കുട്ടി ഇതുമായിട്ട് കണ്ടീഷൻഡ് ആയിട്ട് മാറും. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് തന്നെ, ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ അതൊരു എംപ്റ്റി ക്യാൻവാസ് ആയിട്ടാണ് ജനിച്ചു വീഴുന്നത്. അതിന്റെ ചുറ്റുമുള്ള കാര്യങ്ങളാണ് അത് അബ്സോർബ് ചെയ്തെടുത്തോണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും പുതിയത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു പോയിന്റ് എത്തുമ്പോൾ ആ പുതിയതെന്ന് പറഞ്ഞൊരു സാധനത്തിനൊരു വിലയില്ല. എന്തോ അത് വേണ്ടതാണ്, അത് കിട്ടേണ്ട ഒരു സാധനമാണ് എന്ന കൊച്ചിനെ നമ്മൾ കണ്ടീഷൻ ചെയ്ത് വെക്കുകയാണ്. ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അത് കൊടുക്കാൻ പറ്റാണ്ടാവുമ്പോൾ കൊച്ചിന് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് ഓൾറെഡി ഫെമിലിയർ ആയിട്ട് ഇരിക്കുന്ന സിറ്റുവേഷൻ തന്നെ എന്തും പുതിയത് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ കൊച്ചി ഒരു ഹാർഡ്ഷിപ്പ് മനസ്സിലാക്കി വേണം കൊണ്ടുവരാനുള്ളത്. അതായത് അവർക്ക് കിട്ടുന്ന ഓരോ സാധനത്തിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. പണ്ട് ഗൾഫിൽ നിന്ന് വരുന്ന പേരൻസ് ഉള്ളവർക്ക് എല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഗൾഫിൽ നിന്ന് ഒരു സാധനം കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിന്റെ വില മനസ്സിലാകത്തില്ല, നമ്മളത് വളരെ കാഷ്വൽ ആയിട്ട് ഇട്ട് തട്ടിക്കളിച്ച് ഒക്കെ ചോദിക്കും. ഇപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് നമ്മൾ ആ സെയിം സാധനം വാങ്ങിക്കുമ്പോൾ നമുക്കത് യൂസ് ചെയ്യുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് ഇപ്പൊ ഒരു ക്രീം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പണ്ടെന്ന് പറഞ്ഞാൽ ചുമ്മാ എടുത്ത് കളിക്കുന്നു, അതെടുത്ത് കളയുന്നു. ഞാനൊക്കെ ഇവിടെ ക്രീമൊക്കെ ചുമ്മാ എടുത്ത് ഓരോന്നൊക്കെ ഉണ്ടാക്കി കളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇന്ന് സാധനത്തിന്റെ പ്രൈസ് ടാഗ് കാണുമ്പോഴാണ് നമ്മൾ അതിന്റെ ഒരു വില മനസ്സിലാക്കുന്നത്. അന്ന് എത്രത്തോളം ഇതിന് വാല്യൂ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ അറിയുന്നില്ല. കാരണം നമുക്ക് അതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നതല്ല, ഒന്നീ വർഷമോ അല്ലെങ്കിൽ ഇതിൽ നമ്മൾ അത് യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിന്റെ വാല്യൂ മനസ്സിലാകുന്നില്ല. പക്ഷെ അതേസമയം ആ കൊണ്ടുവരുന്ന വ്യക്തി അതിന് എത്രത്തോളം അതിനൊരു പ്രൈസ് ഉണ്ട്,
എന്ന് ആ പറഞ്ഞു കൊടുത്ത ആ സാധനം ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അതിന്റെ ഒരു വാല്യൂ മനസ്സിലാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് ലൈഫിലെ എല്ലാ കാര്യത്തിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള എന്ത് സാധനം കിട്ടുന്നുണ്ടോ കണക്ക് പറച്ചിലല്ല, പക്ഷെ അതിനൊരു വാല്യൂ ഉണ്ടെന്നും ആ വാല്യൂ മനസ്സിലാക്കി കുഞ്ഞുങ്ങളെ റേസ് ചെയ്യുന്നതിന്റെ അകത്തിലാണ് ഒരു വലിയൊരു കാര്യമാണ്. നാളെ അവർ ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. എല്ലാ കാര്യത്തിലും കിട്ടുന്ന കാര്യങ്ങൾക്ക് എല്ലാവരും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. അതാണ്, അതായത് ഇങ്ങനെ കഷ്ടപ്പെടുത്തി ജീവിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ നമ്മളെ പേരൻസ് പറയുന്നത് കല്ലും മുള്ളും താണ്ടിയാണ് സ്കൂളിൽ പൊയ്ക്കൊണ്ടിരുന്നത്, ആടിനെ മേയിച്ചും പശുവിനെ മേയിച്ചുമാണ് നമ്മൾ പഠിച്ചത്, ആ വക ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒന്നും നമുക്കില്ല ഇപ്പം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇല്ല ഇപ്പം. പക്ഷെ അവർക്ക് കിട്ടുന്ന കാര്യങ്ങളുടെ, അവർക്ക് കിട്ടുന്ന സൗകര്യങ്ങളുടെ ഒക്കെ ഒരു സോഴ്സ് അറിയുക, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മളിപ്പോ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയും. നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞു പഠിച്ചാല്, ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയില്ലേ, നമ്മൾ ചെയ്ത് പഠിച്ചാല്, അതുപോലെ തന്നെ ലൈഫിന്റെ ഓരോ ഘട്ടത്തിലും കുട്ടിക്ക് കുറച്ച് കുറച്ച് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് കൂടെ കൊടുത്ത് വളർത്തണം. അതാണ് ജാസ്മിൻ പറഞ്ഞതുപോലെ, അതായത് നമ്മൾ ഇങ്ങനെ ഒരു കാര്യങ്ങളും അറിയാതെ ബുദ്ധിമുട്ടുകളും അറിയിക്കാതെ വളർത്തി കഴിയുമ്പോൾ ലൈഫിന്റെ ഒരു ഘട്ടത്തിൽ അവർ സ്റ്റക്കായി പോകും. ഒരു പെട്ടെന്ന് ഒരു പ്രതിസന്ധി വരുമ്പം, ഒരു തോൽവി വരുമ്പം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അവർക്ക് അറിയില്ലായിരിക്കും. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ലൈഫിൽ നടക്കാം, അതൊക്കെ നോർമൽ ആണ്. അത് നമ്മുടെ പേരൻസിന്റെ ലൈഫ് കണ്ടിട്ട്, അല്ലെങ്കിൽ എന്റെ കുഞ്ഞ് ഇതൊന്നും അറിയണ്ട, എന്റെ ബുദ്ധിമുട്ടൊന്നും അറിയണ്ട എന്ന് പറഞ്ഞ് ജീവിച്ചു കഴിഞ്ഞാൽ അവരൊരിക്കലും ലൈഫിന്റെ ബുദ്ധിമുട്ടുകൾ അറിയില്ല. അവരിങ്ങനെ അവരുടെ ഒരു താളത്തിൽ ജീവിച്ചു പോകും, എല്ലാം കിട്ടുന്നുണ്ട്, എപ്പോഴും നമുക്കൊരു നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴല്ലേ നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് അറിയത്തുള്ളൂ. അത് തന്നെയാണ് നമ്മുടെ കുട്ടികളെ ഈ വാല്യൂ മനസ്സിലാക്കി, ജെഫിൻ പറഞ്ഞ പോലെ വാല്യൂ മനസ്സിലാക്കുക. നമുക്ക് കിട്ടുന്ന ഓരോ കാര്യത്തിൽ അതൊരിക്കലും മറ്റൊരാളുടെ ഒരു ഡ്യൂട്ടിയോ ഒരു കാര്യമോ അല്ല. നമുക്ക് ആരെന്ത് കാര്യം തന്നാലും നമ്മൾ അതിൽ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക എന്നുള്ളൊരു കാര്യം കുട്ടികളെ ചെറുപ്പം മുതലേ നമ്മൾ പഠിപ്പിച്ചു വരേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പേരന്റിങ്ങില് ഇപ്പം ഈ കുട്ടികൾക്ക് ചൂസ് ചെയ്യാൻ ഒരു ടൈം കൊടുക്കാതെ, അല്ലെങ്കിൽ അവർക്ക് പഠനത്തിൽ ഒരു ലെവൽ കൊടുക്കാതെ, നീ ഇതായിക്കോ, നീ ഡോക്ടർ ആയിക്കോളൂ, നീ എഞ്ചിനീയർ ആയിക്കോളൂ, അങ്ങനെ പറഞ്ഞ് അവരെ ചെറുപ്പം മുതലേ ഒരു പ്രഷർ കൊടുത്ത് വളർത്തുന്ന പേരൻസ് ഉണ്ട്. പല പേരൻസ് ഇപ്പൊ അത് കുറഞ്ഞു വരുന്നുണ്ട്, പക്ഷെ എന്നാലും ഇപ്പൊ അതുണ്ട്. ഇന്നൊരു പ്രൊഫഷൻ തിരഞ്ഞെടുത്താൽ മതി, ഇന്നൊരു ഇതിലൂടെ പോയി കഴിഞ്ഞാലായിരിക്കും നിന്റെ കരിയർ ബിൽഡ് ചെയ്യാൻ നിനക്ക് നന്നായിട്ട്. പക്ഷെ കുട്ടിയുടെ എന്താണോ ആ കഴിവ് എന്താണെന്നോ അല്ലെങ്കിൽ താല്പര്യം എന്താണെന്നോ മനസ്സിലാക്കാൻ ഇങ്ങനെ പ്രഷർ ചെയ്ത് ഞാൻ ഇങ്ങനെ ആയില്ലെങ്കിൽ അയ്യോ എന്തായി പോകും എന്നുള്ളൊരു പ്രഷർ കയറി നമ്മൾ പല ന്യൂസ് കാണുന്നുണ്ട് അങ്ങനെ. ഈ കുട്ടികൾ ഈ പ്രഷർ കൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് ലൈഫിൽ. അതിനകത്ത് എനിക്കൊരു കാര്യം നേരത്തെ മുതൽ പറയണമെന്ന് എനിക്ക് എന്താ പറയുക, ഒരു പബ്ലിക്കിനോട് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഞാനത് പാരന്റ്സിനോടാണെങ്കിലും ഒക്കെ പറയും. പക്ഷെ അപ്പൊ അവർ ചിന്തിക്കും ഇവൻ എന്ത് യോഗ്യത ഇത് പറയാനുള്ളത്, കാരണം എനിക്ക് കുഞ്ഞുങ്ങളില്ല, ഞാനൊരു പേരന്റും ആയിട്ടില്ല. പക്ഷെ ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് പേരന്റ്സിനാണോ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് അവരുടെ രണ്ടുപേരുടെയും കുഞ്ഞാണത്. അപ്പൊ ആ കുഞ്ഞിന്റെ എബിലിറ്റീസും ആ കുഞ്ഞിന്റെ ഇതും മോസ്റ്റ് പ്രോബബ്ലി അത് കിട്ടുന്ന പേരന്റ്സിൽ നിന്ന്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നോ യുവർ സെൽഫ്, നമ്മളെ തന്നെ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നോ യുവർ ചൈൽഡ്. നമ്മുടെ മുമ്പ് ഇരിക്കുന്ന ചൈൽഡ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ആ കുഞ്ഞിലേക്ക് ഒരു പ്രഷർ കൊടുക്കാൻ. പേരന്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞിട്ട് ഈ ഈഗോ വരുമ്പോഴാണ് ഈ പ്രശ്നം. എന്റെ കുഞ്ഞ് ഡോക്ടർ ആവണം എന്നാ ആ കുഞ്ഞിന് ആർട്ടിലായിരിക്കും കഴിവുള്ളത്, ചിലപ്പോൾ നല്ലൊരു ഡാൻസർ ആയിരിക്കാം, ചിലപ്പോൾ നല്ലൊരു സിംഗർ ആയിരിക്കാം. പക്ഷെ ആ കുഞ്ഞിനെ പിടിച്ച് ഡോക്ടർ ആകാൻ കൊണ്ടുവിടുമ്പോൾ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആകാൻ കൊണ്ടുവിടുമ്പോൾ ആ കുട്ടിക്ക് അതിന്റെ കഴിവിനെ അല്ല പ്രോത്സാഹിപ്പിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് നീന്താൻ പറ്റുന്ന ഒരു മീനെ കൊണ്ടുവന്ന് മരം കയറ്റം പഠിപ്പിക്കുന്നോണ്ടിരിക്കും. ഒരു നന്നായിട്ട് ഒരു സ്വിമ്മിംഗ് കോമ്പറ്റീഷന് കൊണ്ടുവിട്ടാൽ അതിന് ഫസ്റ്റ് കിട്ടും. പക്ഷെ അതിനെ കൊണ്ടുവന്ന് നേരെ ഒരു ക്ലൈംബിംഗ് കോമ്പറ്റീഷന് കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ അതിന് പറ്റുമോ? ഇല്ല. അതിലേക്ക് ചിലപ്പോൾ അതെങ്ങനെയെങ്കിലും പേരൻസിന്റെ സാറ്റിസ്ഫൈ ചെയ്യണോ എന്നോ ഉള്ള ആഗ്രഹം കൊണ്ട് അത് ചിലപ്പം ചെയ്തെന്നിരിക്കും. പക്ഷെ ആ ചെയ്യുന്നതിന്റെ അകത്തിൽ എപ്പോഴും അതിന് ബർഡൻ ഭയങ്കരമായിരിക്കും. ആ വ്യക്തി ആ കുഞ്ഞ് വളർന്ന് വലുതാവുമ്പോൾ അതിന് ലൈഫിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കാണത്തില്ല. ചെയ്യുന്ന വർക്കിൽ ഈ പഠിക്കുന്നതിനനുസരിച്ചുള്ള വർക്ക് ആയിരിക്കുമല്ലോ കിട്ടുന്നത്. ചെയ്യുന്ന വർക്കിൽ അതിനൊരു സാറ്റിസ്ഫാക്ഷൻ കാണത്തില്ല. അതിന് ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ അതിലൊരു സാറ്റിസ്ഫാക്ഷൻ കാണത്തില്ല. പക്ഷെ അതേസമയം ആ സിംഗറിന് പാട്ട് പാടാൻ ഒരു അവസരം കിട്ടുകയും അതിൽ ആ വ്യക്തി ശോഭിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ലോങ് അത് റിഗ്രറ്റ് ചെയ്യാണ്ടിരിക്കും. നാളെ ഈ പ്രഷർ കുക്കർ ലൈഫിൽ നിന്ന് വേറൊരു പ്രഷർ കുക്കറിനെ ബിൽഡ് ചെയ്യുന്നതിനേക്കാളും നല്ലതല്ലേ നല്ല ഒരു വ്യക്തിനെ ബിൽഡ് ചെയ്തെടുക്കുന്നത്. അതാണ് പറഞ്ഞത് നോ യുവർ ചൈൽഡ്. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ചൈൽഡ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് ബിൽഡിംഗ് ബ്ലോക്സ് ആയ പേരൻസ് ആണ് ആദ്യം അവരെ മനസ്സിലാക്കേണ്ടത്. അവരുടെ പൊട്ടൻഷ്യൽ എന്താണ്, അവരുടെ കഴിവ് എന്താണ്, അതുപോലെ തന്നെ ആ ചൈൽഡിനെ മനസ്സിലാക്കുക, എന്നിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുക. ആ നാച്ചുറൽ ടാലന്റിനെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് നാളെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറും. ഇപ്പൊ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ പറയുന്നത്, ഇപ്പം ലെറ്റ്സ് സേ ബീതോവൻ ഭയങ്കര വലിയൊരു മ്യൂസീഷ്യനാണ്. ആ മ്യൂസീഷ്യന്റെ പേരൻസ് ബീതോവനെ പിടിച്ച് നേരെ കൊണ്ടുവന്ന ഒരു ഡോക്ടർ ആക്കുവോ, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആക്കുവോ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഷിപ്പ് ബിൽഡർ ആക്കുവോ, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞായിരുന്നെങ്കിൽ ഇന്ന് ഫേമസ് ആയിട്ടുള്ള ബീതോവൻ എന്ന് പറയുന്ന ഒരു മ്യൂസീഷ്യൻ ഉണ്ടാകത്തില്ലായിരുന്നു. ഉണ്ടാവില്ല. ഇപ്പൊ ജിൽബി പറഞ്ഞതുപോലെ, അതായത് പല പേരൻസ് ഇപ്പൊ മാറി ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ കൂടുതലും അക്കാഡമിക്സ് മാത്രം ശ്രദ്ധിക്കാതെ അവരുടെ കഴിവിനൊക്കെ അവരെ അനുവദിക്കുന്ന കുറെ പേരൻസ് ഉണ്ട്.
പക്ഷെ ഇതില് എനിക്ക് പേഴ്സണലി ഞാൻ കണ്ട അല്ലെങ്കിൽ ഒരു അനുഭവം ഷെയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുഭവമായിട്ടല്ല, ചില പേരൻസ് ഉണ്ട് ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആണ് ചൈൽഡിനെ പറ്റി. അവരൊരു ഷെല്ലിനകത്തിൽ കൊണ്ട് നടക്കും കുട്ടികളെ. അതായത് മനെ അങ്ങോട്ട് പോണ്ട അവിടെ വീഴും, ഇങ്ങോട്ട് പോണ്ട അവിടെ അങ്ങനെ, അങ്ങോട്ട് പോരുത്, ഇത് ചെയ്യണ്ട, ഇത് വേണ്ട. ഇപ്പം പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ നീ ഇപ്പോൾ ഒരു ഡോക്ടർ ആയാൽ മതി. ഓക്കെ, അപ്പൊ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജെഫിൻ പറഞ്ഞ കണ്ടീഷനിങ് ആണ് അവിടെ വരുന്നത്. അതായത് കുട്ടി പറയുന്നത് ഓക്കെ അപ്പൊ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ഓക്കെ ഞാൻ ഇങ്ങോട്ട് പോകുന്നില്ല, ഞാൻ എന്റെ റൂമിൽ തന്നെ ഇരുന്നോളാം, ഓക്കെ ഫൈൻ, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം, ഇതാണ് എനിക്ക് സേഫ്. നമ്മൾ നേരത്തെ പറഞ്ഞ കംഫർട്ട് സ്പേസ് ഇതാണ്. ഇതിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ശരിയാവില്ല, ഞാൻ തകരും എന്നൊരു ബോധം കുട്ടിക്ക് തന്നെ ഉണ്ടാവും. ഇവിടെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, പേരൻസ് നടക്കുന്നു, എല്ലാം ചുറ്റിനും നടക്കുന്നു, കുട്ടി പോകുന്നു, പഠിക്കുന്നു, വരുന്നു, കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നടക്കും. പക്ഷെ ആസ് ടൈം പാസസ് കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ലൈഫിൽ ഉണ്ടാകുമ്പോൾ ഇതേപോലെ ഈ കുട്ടി ഈ റൂമിനകത്തിരിക്കുകയേ ഉള്ളൂ. ആ ടൈമില് ഉറപ്പായിട്ടും പേരൻസ് ചോദിക്കും, ദാദാ നോക്കി അപ്പുറത്തെ കുട്ടി കണ്ടോ, അവൻ എന്തൊക്കെ ചെയ്യുന്നതെന്ന് കണ്ടോ, നീ എന്താ ഇത് ചെയ്യാതെ, നീ എന്താ ഈ റൂമിലിരിക്കുന്നേ, കണ്ട അവനെ നോക്ക്, കണ്ട് പ്രളയം വന്നപ്പോ കണ്ട അവൻ എത്ര പേരെയാ വലിച്ചാ വെള്ളത്തിൽ കൂടെ നടന്നേ, നീ എന്താ ഇവിടെ ഇരിക്കുന്നേ, നിനക്കെന്ത് ഇതൊന്നും പറ്റാത്തെ. സി, എന്താണ് ഇതിൽ നിന്ന് ആ പേരന്റ് ഉദ്ദേശിക്കുന്നത്? ആ കുട്ടിയെ വീടരുതെന്ന് പറഞ്ഞ് വിടാതെ, അല്ലെ വെള്ളത്തിൽ പോയാൽ മഴ പെയ്ത പനി പിടിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ വളർത്തിയിട്ട് നാളെ ഒരു പ്രതിസന്ധി വരുമ്പോൾ കുട്ടി ഒബ്വിയസ്ലി ചിന്തിക്കുന്നത് എന്തായിരിക്കും, ഞാൻ സേഫ് ആയിട്ടിരുന്നാൽ മതി, അതാണ് എന്റെ പേരൻസിന് ഇഷ്ടം, അല്ലെ അതാണ് കറക്റ്റ്. ഞാനിപ്പോ വെള്ളിലോട്ട് പോയി അവരെ രക്ഷിക്കാൻ പോയാൽ എനിക്കത് അറിയത്തുമില്ല, വെള്ളം വീണ് എനിക്ക് വല്ല പനിയും വരും, ഞാൻ തെന്നി വീഴും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും കുട്ടിക്ക് വരുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് ആദ്യമേ പോകുമ്പം നീ പൊയ്ക്കോ, പക്ഷെ സൂക്ഷിക്കണം, അവിടെ വീടുമായിരിക്കും, നീ ശ്രദ്ധിക്കണം. ഇത്രേ ഉള്ളൂ ഒരു പേരന്റിന്റെ കാര്യം, അല്ലേ? എനിക്ക് അങ്ങനെയാ തോന്നിയിട്ടുള്ളത്. നീ പൊയ്ക്കോളൂ, പക്ഷെ കുഴപ്പമില്ല, അവിടെ ശ്രദ്ധിക്കണം. അപ്പൊ കുട്ടിക്ക് തന്നെ മനസ്സിലാവും, ചിലപ്പോൾ വീട്ടുമായിരിക്കും, ദാറ്റ്സ് ഓക്കെ, വീഴട്ടെ, ചിലപ്പോൾ കാല് മുറിയുമായിരിക്കും, മുറിയട്ടെ. ഇപ്പൊ തന്നെ നമ്മുടെ ചില സമയത്ത് ഇൻസ്റ്റാ റീൽസിലൊക്കെ പറയുന്ന കാണുമ്പോൾ ഈ കുട്ടികൾ മണ്ണിൽ കളിക്കുന്നത് കാണുമ്പോൾ ഇപ്പൊ ഈ ഇപ്പോഴത്തെ 90s കിഡ്സ് ഒക്കെ പറയുക ബെസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് ആ കുട്ടിക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഇമ്മ്യൂണിറ്റിയാണ് ആ കുട്ടിക്ക് കിട്ടുന്നതെന്ന് പറയും. നമ്മളത് ചെയ്യാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. കംഫർട്ട് സോൺ, വൺസ് ഇൻ എ കംഫർട്ട് സോൺ, എവറി ടൈം നമ്മൾ ആ കംഫർട്ട് സോണിലായിരിക്കും. നമ്മൾ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരാതെ ഐ ഡോണ്ട് തിങ്ക് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ. ഓക്കെ, ഒരു റൂമിലിരുന്നാൽ മതി, ദാറ്റ്സ് ഫൈൻ. നമ്മൾ പക്ഷെ ഒരു സൊസൈറ്റിക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത്. നമ്മളൊരു വീട്ടിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതൊക്കെ ആവും. പക്ഷെ നാളെ നമുക്കൊരു ക്രൈസിസ് വരുമ്പോഴാണ് അതിന്റെ ഒരു ഫലം നമുക്കറിയാൻ പറ്റുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പേരന്റിങ് ഇച്ചിരി ടോക്സിക് ആണ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. ജാസ്മിൻ പറഞ്ഞ വളരെ ശരിയായ ഒരു കാര്യമാണ്. കാരണം ഇപ്പൊ നമ്മൾ കുട്ടികളെ ബ്ലെയിം ചെയ്യുന്നു, കണ്ടോ ഡ്രഗ്സിന് അഡിക്റ്റ് ആവുന്നു, അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നു. എന്തുകൊണ്ടാണ് ഇവര് ഡ്രഗ്സിന് അഡിക്റ്റ് ആകുന്നത്? ഈ ഇടയ്ക്ക് ഷൈൻ ടോം ചാക്കോയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു, ഒരു ഇന്റർവ്യൂ പോലെ കണ്ടതാ. പക്ഷെ അതിനകത്തിൽ ആദ്യം തന്നെ ഷൈൻ ടോം ചാക്കോയെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പുള്ളിയുടെ റിക്കവറി എന്ന് പറയുന്ന ഒരു കാര്യം, പുള്ളി ആ ചെയ്യുന്ന ആ കാര്യത്തോട് എടുക്കുന്ന അപ്രോച്ച് എന്ന് പറയുന്നത്, നമുക്ക് വീഴാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ ആ വീണടത്തുനിന്ന് എണ്ണീറ്റ് നടക്കാൻ നല്ല പാടാ. പുള്ളി ഇപ്പൊ ചെയ്യുന്ന കാര്യം അതാണ്, വീണടത്തുനിന്ന് പുള്ളി എണ്ണീറ്റ് നടക്കുന്നത്. അത് ശരിക്കും ഒരു റെസ്പെക്ട് ഡിസർവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിപ്പോയി, എല്ലാവരും എന്നെ കുറ്റം പറയുന്നു, എനിക്ക് എന്നാ പിന്നെ ഇതിൽ ഇനി മുന്നോട്ട് പോയാൽ മതി എന്നുള്ളൊരു സാധനം. അത് നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികളെ ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്ത് വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടികൾക്കുള്ള ഓട്ടോണമി എന്ന് പറയുന്ന കാര്യം പോകും. പണ്ട് കളിക്കളങ്ങളിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടിയുണ്ടാവും, വഴക്കുണ്ടാവും, അതിനെ ഫേസ് ചെയ്യും. അപ്പൊ ഒരു പ്രഷറിനെ ഫേസ് ചെയ്യാനാണ് കുട്ടികൾ പഠിക്കുന്നത്. ഇപ്പൊ അവരുടെ കംഫർട്ട് സോണിൽ ഇപ്പൊ ഞങ്ങൾ തന്നെ ഇവിടെ അവധിയുള്ള സമയത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഇപ്പൊ ഒരു ഇലയെ കൊണ്ടാവട്ടെ, നമ്മുടെ നിയമങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നമുക്ക് പരിമിതമായ ഗ്രൗണ്ടുകളിലായിരിക്കും നമ്മൾ കളിക്കുന്നത്. അപ്പൊ ഒരു സ്ഥലത്തോട്ട് തെറിച്ച് വീണാൽ ഔട്ട്, ഒരു നേരെ മാത്രമേ ഉള്ളൂ, 6 ആണെങ്കിലും 4 ആണെങ്കിലും ഒക്കെ, ബാക്കി എല്ലാം ഔട്ടാ. അപ്പൊ നമ്മൾ എങ്ങനെയും മാക്സിമം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഔട്ട് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എന്നാലേ നമുക്ക് ബാറ്റിംഗ് കിട്ടത്തുള്ളൂ, നമുക്ക് കളി ജയിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു ദിവസം തന്നെ 5 6 കളികളൊക്കെയാണ് കളിക്കുന്നത്. അത് ഈ കളിച്ച് വളർന്നിട്ടുള്ള എല്ലാവർക്കും അത് മനസ്സിലാവും. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഇങ്ങനത്തെ പ്രഷറുകളെ ഫേസ് ചെയ്യാൻ പഠിക്കും. നാളെ ഒരുത്തം വന്ന് നിന്നോട് എന്താടാ ഏതാടാന്ന് ചോദിച്ചാൽ തിരിച്ച് എന്താടാന്ന് ചോദിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി നമുക്ക് വരും, അങ്ങനെ നമ്മൾ കളിച്ച് വളരുന്നതിലൂടെ. അത് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് അത് വളരെ കുറവ്. ഒന്ന്, പിള്ളേർക്ക് പേടിയാണ് പുറത്തോട്ടിറങ്ങാൻ. അത് എങ്ങനെ അവർക്ക് പേടി വരുന്നത്? പേരൻസ് ഒരു ടൈം മുതൽ അവരോട് ഇരുന്ന് പടി, പഠിച്ച് മാർക്ക് വാങ്ങിക്കുക, വേണം, പഠിത്തം വേണം. അതിന്റെ കൂടെ കുട്ടികൾക്ക് ലൈഫ് സ്കില്ലും കൂടെ വേണം. അതുകൊണ്ടാണ് ഇന്നൊരു കുട്ടി ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ഒരു മണ്ടൻ തീരുമാനങ്ങളിലേക്ക് എടുത്ത് ചാടുന്നത് ഈ ഒരു പ്രഷർ താങ്ങാൻ വയ്യാത്ത ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നതാണ്. ആ കുട്ടിയെ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുന്നത് മോസ്റ്റ് പ്രോബബ്ലി പേരൻസ് തന്നെ. പേരൻസ് ഇങ്ങനെ അവരെ ലിമിറ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ് അവർ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടുന്നത്. അതുപോലെ ഇപ്പം ഭയങ്കര കോമൺ ആയിട്ട് ജാസ്മിൻ പറഞ്ഞോട്ടെ, ഇപ്പൊ ഭയങ്കര കോമൺ ആയിട്ട് ഡോക്ടർമാരാണെങ്കിലും എല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്, കുട്ടികൾ ചള്ളക്കകത്തിലാണെങ്കിലും ഒക്കെ കളിച്ച് വളരണം. കാരണം ചെറിയ രീതിയിൽ ഇവൻ വാക്സിൻസ് എങ്ങനെ പ്രവർത്തിക്കുന്നത്? വാക്സിൻ എന്ന് പറഞ്ഞാൽ ഡെഡ് ആയിട്ടുള്ള ബാക്ടീരിയ, ആ ഇൻഫെക്ഷനെ തന്നെയാണ് നമ്മുടെ ദേഹത്തേക്ക് ഇനാക്റ്റീവ് ആക്കി കുത്തിവെക്കുന്നത്. ബോഡിയാണ് അതിന് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. വാക്സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡെഡ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മുടെ ദേഹത്തേക്ക്, ഇൻഫെക്ഷനെ നമ്മുടെ ദേഹത്തേക്ക് കുത്തിവെക്കുക ചെയ്യുന്നത്. അപ്പൊ ബോഡിയാണ് അതിന് വേണ്ട ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നത്.
അതുപോലെ തന്നെയാണ് കുഞ്ഞുനാൾ മുതലേ ചെറിയ രീതിയിൽ ഈ ബാക്ടീരിയാസ് ദേഹത്ത് കയറുമ്പോൾ നമ്മുടെ ബോഡി തന്നെ നമുക്ക് പനി വരും. പനി എന്ന് പറഞ്ഞൊരു ഡിഫൻസ് മെക്കാനിസം ആണ്. നമ്മുടെ ബോഡി അതിന് വേണ്ടിയുള്ള ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യും. നാളെ നമ്മൾ അതിലേക്ക് കണ്ടീഷൻ ഉണ്ടാവും. നാളെ ഇങ്ങനെ ഒരു സാധനം വന്നാലും നമുക്ക് വലിയ പ്രശ്നം ഇല്ലാണ്ടായി മാറും. ഇപ്പൊ കൊറോണ തന്നെ തുടങ്ങിയ സമയത്ത് ഭയങ്കരമായിരുന്നു, ഭയങ്കര ഡെത്ത് റേറ്റ് ഇപ്പോഴും ഉണ്ട്. എന്നിരുന്നാലും ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ സാധനം ആൾക്കാരിലേക്ക് ഡെവലപ്പ് ആയിട്ടുണ്ട്. കാരണം എന്താ, അതിൽ എക്സ്പോസ്ഡ് ആയി നമ്മുടെ ബോഡി അതിലേക്ക് അഡാപ്റ്റ് ചെയ്ത് മാറുക ചെയ്യുന്നത്. സെയിം കാര്യമാണ് നമ്മുടെ ലൈഫിലാണെങ്കിലും ബാക്കി കണ്ടീഷൻ സിറ്റുവേഷൻസ് വരുമ്പോൾ. കുട്ടികളെ പ്രഷറിനകത്തിലിട്ട് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് വളർത്തി കഴിഞ്ഞാൽ എത്ര നാൾ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും? നാളെ ഈ കുട്ടി ഒരു ഇൻഡിവിജ്വലോ, ഈ കുട്ടി ഒരു പേരന്റോ, ആ സമയത്തൊക്കെ ഇരുന്ന് അവരുടെ പേരൻസിന് ഈ കുട്ടിയെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. സിറ്റുവേഷൻസ് വരും, ഹാർഡ്ഷിപ്സ് ഫേസ് ചെയ്ത് വന്നാലേ നാളെ നല്ല ഒരു സിറ്റുവേഷൻ വന്നാൽ അതിനെ ഫേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെ, പേരന്റിങ്ങില് വേറൊരു കാര്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത്, ഇപ്പം സിബ്ലിങ്സ് ഉള്ളവർക്ക് മനസ്സിലാവും. ഇപ്പൊ എന്റെ സിസ്റ്റർ, അവള് നഴ്സിംഗ് ആണ് ചൂസ് ചെയ്തത്. അവള് നഴ്സിംഗ് ചൂസ് ചെയ്ത് ഒരു നഴ്സ് ആവാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ്. അപ്പൊ എല്ലാരും എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്. അവള് പഠിച്ചിറങ്ങി 4 വർഷം കഴിഞ്ഞു. 4 വർഷം കഴിഞ്ഞ ഉടനെ ജോലിയായി, സെറ്റായി, ഓക്കെ, പഠിച്ചു കഴിഞ്ഞു, ജോലിയായി. അപ്പൊ എന്റെ ഒരു കാര്യം വന്നപ്പോഴത്തേക്ക് എല്ലാരും പറഞ്ഞു, നിനക്ക് നഴ്സിംഗിന് പൊക്കൂടെ? ഈ കത്തിയും സൂചിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പേടിയുള്ള ഞാൻ നഴ്സിംഗിന് പോയിട്ട് എന്ത് കാട്ടും എന്ന് അവർ ചിന്തിക്കുന്നില്ല. പക്ഷെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്രയും പെട്ടെന്ന് പഠിക്കുക, ജോലി കിട്ടുക, ഒന്നിനും ഒരു താമസം ഉണ്ടാവരുത്. എല്ലാം പെട്ടെന്ന് നടക്കണം. നമ്മളെക്കാട്ടിൽ കൺസേൺ ആയിട്ടുള്ളത് നമ്മുടെ ചുറ്റുപാടുമുള്ളവരായിരിക്കും. പക്ഷെ ഞാൻ ചൂസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടീച്ചിങ് എന്നൊരു പ്രൊഫഷൻ എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമുള്ള, എന്തുകൊണ്ടാണ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എനിക്ക് ചെറുപ്പം മുതലേ പഠിപ്പിക്കാൻ ഇഷ്ടം. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടമാണ്. അതും ആ ആള് മനസ്സിലാക്കി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു റെസ്പോൺസിനകത്ത് എനിക്ക് ഭയങ്കര ക്രേസ് ഉണ്ടായിരുന്നു. അതാണ് എന്നെ ഇങ്ങോട്ട് നയിച്ചത്. അപ്പൊ ഞാൻ ഡിഗ്രി ചൂസ് ചെയ്തു. ഡിഗ്രി കൊണ്ട് നടക്കില്ലല്ലോ. ഡിഗ്രി ആയി, PG ആയി, BEd ആയി, ഇതെല്ലാം കഴിഞ്ഞു. അപ്പൊ എല്ലാ സൈഡിൽ നിന്ന് പേരൻസ് ആണെന്നുണ്ടെങ്കിലും, കസിൻസ് ആണെന്നുണ്ടെങ്കിലും, നാട്ടുകാരാണെന്നുണ്ടെങ്കിലും എല്ലാവരുടെ കയ്യിൽ നിന്ന് ഒരു ചോദ്യം, നഴ്സിംഗ് പഠിച്ചാൽ മതിയായിരുന്നു, ഇത്രയും താമസമൊന്നും വരില്ലായിരുന്നു, 4 വർഷത്തിനകം ജോലിയൊക്കെ കിട്ടിയേനെ. അത് കഴിഞ്ഞിട്ട് BEd കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതായത് എക്സ്പീരിയൻസ് ഇല്ലാതെ, നമ്മൾ ആദ്യം ഫസ്റ്റ് ഒരു സ്ഥലത്ത് ജോലിക്ക് കയറിയാലല്ലേ നമുക്ക് എക്സ്പീരിയൻസ് ആകും. അപ്പൊ എക്സ്പീരിയൻസ് ഇല്ലാതെ നമുക്ക് ക്ലാസ്സസ് തരത്തില്ല. തരികയാണെങ്കിലും കുഞ്ഞു ക്ലാസ്സേ തരുന്നുള്ളൂ. നമുക്ക് സാലറി കിട്ടുന്നില്ല. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചു വന്നതിന്റെ ഒരു ബെനിഫിറ്റ് ഇല്ലാത്ത സാലറിയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാം നമ്മൾ കേൾക്കുന്ന ഒരു കമ്പാരിസൺ ആണ്, നഴ്സിംഗ് പഠിച്ചാൽ മതിയായിരുന്നു എന്നുള്ളൊരു കാര്യം. പക്ഷെ ഞാൻ അവിടെ തോറ്റു കൊടുക്കാതെ നിന്നു, ഫൈറ്റ് ചെയ്തു. അവസാനം ഫസ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് 11th and 12th പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എനിക്ക് സ്മോൾ ക്ലാസ്സസ് തന്നവരോടും എന്താ പറയാ, ഇങ്ങനെ ഒരു കാര്യം അച്ചീവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എനിക്കുണ്ടായ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത്രയും ഞാൻ സഫർ ചെയ്തതിന്, അത്രയും ചുറ്റുപാടുള്ളവർ പറയുന്നത് കേൾക്കാതെ ഇതിൽ തന്നെ ഉറച്ചു നിന്നതിന്, അങ്ങനെ ഒരു പ്രൗഡ് എനിക്ക് തന്നെ ഉണ്ടായി. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക്, ഇപ്പൊ എത്ര കുട്ടികൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന അറിയത്തില്ല. എല്ലാവരും ഒരു വഴി എത്തി കഴിയുമ്പോഴത്തേക്ക് എന്നാ അവർ പറയുന്ന രീതിക്ക് പോയേക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഈ കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങാന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ. എനിക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നു, എന്നാ അവർ പറഞ്ഞു നഴ്സിംഗിന് പോയേക്കാം, പറ്റിയില്ലെങ്കിൽ പറ്റിയില്ല, അവരല്ലേ പറഞ്ഞത്, ആ ഉത്തരവാദിത്വം അവരുടെ മണ്ടയിലോട്ട് ഇട്ട് കൊടുത്തേക്കാം. പക്ഷെ എനിക്ക് നഷ്ടപ്പെടുന്നത് എനിക്കാണ്. അവർ കുറച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ എന്നെ ഒരു കല്യാണം കഴിച്ച് വിടുമായിരിക്കും, അവരുടെ ജോലി അവിടെ തീരും. പക്ഷെ ഞാൻ ആസ് എ പേഴ്സൺ എന്ത് നേടി, എന്ത് കിട്ടി എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു ബ്ലാങ്ക് സ്പേസ് ആയിരിക്കും അവിടെ. ഈ ഒരു കാര്യമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കഴിവുണ്ടായിരിക്കും. പേരൻസിന്റെ സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കതൊരു വളരെ വലിയ ബുദ്ധിമുട്ടായിരിക്കും ലൈഫിൽ അച്ചീവ് ചെയ്യാന്നുള്ളത്. പക്ഷെ അതൊക്കെ സർവൈവ് ചെയ്ത് നമ്മൾ ആ അച്ചീവ് ചെയ്ത്, ഇപ്പൊ എനിക്കൊരു സന്തോഷമുണ്ട്, ഞാൻ പഠിപ്പിക്കുന്ന കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, പഠിപ്പിച്ച് ഞാനായിട്ട് ഏൺ ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ അവർ പറയുന്ന ഒരു രീതിക്ക് പോയിരുന്നെങ്കിൽ എന്തായി തീരുമെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ? അപ്പൊ ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ വീട്ടിൽ ഞാനാ മൂത്തത്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു കമ്പാരിസൺ ഇതുവരെ വന്നിട്ടില്ല. ബട്ട് സ്റ്റിൽ ഞാൻ കണ്ട കമ്പാരിസൺസ് ഞാൻ പറയാം. അപ്പം ഞാനിപ്പോ ഇതുവരെയുള്ള ഒരു ലൈഫിൽ പല കുട്ടികളെ നമ്മൾ നേരിടുന്നുണ്ടല്ലോ. അപ്പൊ അത് വെച്ചിട്ടുള്ള കമ്പാരിസൺ, ഒരു വീട്ടിൽ നിന്ന് തന്നെ മൂത്താളും ഇളയാളും ഒരു സ്കൂളിൽ തന്നെ പഠിക്കുമ്പോഴുള്ള ഒരു കമ്പാരിസൺ ഉണ്ട്. അതാണ് ഞാനിപ്പോ പറയാനായിട്ട് ആഗ്രഹിച്ചത്. അതായത് മൂത്ത ചേട്ടൻ വളരെ ബ്രില്യൻറ്റ്, നന്നായിട്ട് പഠിക്കും, എല്ലാ ആക്ടിവിറ്റീസിനും പോകും. പക്ഷെ ഇളയ കുട്ടി, നമുക്ക് തന്നെ അറിയാം, നമ്മുടെ വീട്ടിലെ 2 കുട്ടികളുണ്ടെങ്കിൽ 2 പേരും ദ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പോൾ എന്ന് പറയുന്ന പോലെ എക്സ്ട്രീം ഓപ്പോസിറ്റ്സ് ആയിരിക്കും. ഒബ്വിയസ്ലി അങ്ങനെ ആയിരിക്കും ഉണ്ടാവുന്നത് എല്ലായിടത്തും. ഒരാൾ ഭയങ്കര ആക്റ്റീവ്, ഒരാൾ അതിൽ ആക്റ്റീവ് ആയിരിക്കത്തില്ല. ഒരാൾ ചിലപ്പോൾ നന്നായിട്ട് പഠിക്കും, ചിലപ്പോൾ മറ്റാളും പഠിക്കുമായിരിക്കും, പക്ഷെ അത്ര എക്സ്പ്രസീവ് ആയിരിക്കത്തില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഡിഫറൻസസ് ഉറപ്പായിട്ടും സിബ്ലിങ്സിൽ കാണും. ഈവൻ എന്റെ വീട്ടിലും ഉണ്ട്. ഞങ്ങൾ രണ്ട് തരമാണ് എന്ന് എല്ലാവരും പറയും. അപ്പൊ ഇതെന്ന് പറഞ്ഞാല്, ഈ മൂത്ത ആള് നന്നായിട്ട് പഠിക്കും, നല്ല ആക്റ്റീവ് ആണ്,
ഈ സ്കൂൾസിലെ എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കും, ചേരുന്നതിനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രൈസ്, ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ്, അല്ലെങ്കിൽ എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യുമെങ്കിലും ചെയ്യും. ഈ ഇളയാൾ വരുമ്പോൾ ഈ എക്സാം പേപ്പർ ഒക്കെ കൊടുക്കുമ്പോൾ ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചിയുണ്ട് ഇന്ന ക്ലാസ്സിൽ, ഓ മൈ ഗോഡ് അയാളുടെ അനിയനായിരുന്നോ അല്ലെ അയാളുടെ അനിയത്തി ആയിരുന്നോ, എന്നിട്ടാണോ പഠിക്കാത്തേ എന്നൊരു ക്വസ്റ്റ്യൻ ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇത് എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട് കുട്ടികൾ. അതാ ഞാൻ പറയുന്നത്. ഇങ്ങനെ പറഞ്ഞു, ടീച്ചറെ എനിക്കറിയത്തില്ല ഇനി പഠിക്കാൻ, എനിക്കറിയത്തില്ല, അവൻ പഠിക്കും ടീച്ചറെ, ഞാനും പഠിക്കും, പക്ഷെ എനിക്ക് മാർക്കൊന്നും കിട്ടുന്നില്ല. ഇങ്ങനൊരു സാധനം വരുന്നത്. ചില കുട്ടികൾക്കുണ്ടല്ലോ ചുമ്മാ 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഓർമ്മയിൽ നിൽക്കും. പക്ഷെ ഇങ്ങനൊരു കമ്പാരിസൺ വരുമ്പോഴത്തേന് ഇവരെന്ത് സംഭവിക്കുന്നത് ഇവർ ടോട്ടലി ഡൗൺ ആയിക്കൊണ്ടേയിരിക്കും. അത് ടീച്ചേഴ്സും മനസ്സിലാക്കുന്നില്ല, ചിലപ്പോൾ പേരൻസും മോസ്റ്റ് ഓഫ് ദ ടൈം മനസ്സിലാക്കാറില്ല ഇങ്ങനൊരു കമ്പാരിസൺ. ഇത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് ഞാൻ കണ്ടറിഞ്ഞ ഒരു കാര്യമാണ്, എന്റെ കൺമുമ്പിൽ നടന്ന കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം ഇങ്ങനൊരു കമ്പാരിസൺ ഞാൻ അനുഭവിച്ചാൽ ഞാൻ എന്റെ കൺമുമ്പിൽ കണ്ട് ഞാൻ അനുഭവിച്ചൊരു കാര്യമാണ്. ഇപ്പം ജാസ്മിൻ പറഞ്ഞ ഈ സാധനം നേരിട്ട് അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. സെയിം സാധനം. അതായത് എന്റെ സിസ്റ്റർ സ്കൂളിൽ പഠിക്കുമ്പോൾ വളരെ നന്നായിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അവൾ അത്യാവശ്യം എന്താ പറയുന്നത് ടോപ്പ് റാങ്ക് വാങ്ങിച്ച് മിക്കവാറും അവാർഡ് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഞാൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഉഴപ്പി നല്ല രീതിയിൽ പഠിക്കാത്ത ഒരാളായിരുന്നു. എനിക്ക് ഞാൻ പഠിച്ച ഞാൻ സ്കൂളിന്റെ പേരെടുത്ത് പറയുന്നില്ല, എനിക്ക് ആ സ്കൂളിനെ കുറിച്ച് ഒരു നല്ല ഓർമ്മയെ ഇല്ലാത്തതിന്റെ മെയിൻ കാര്യം ഈ ഒരു കമ്പാരിസൺ ആണ്. പ്രത്യേകിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു ടീച്ചർ. ആ ടീച്ചറിനെ എനിക്ക് തോന്നുന്നു ആ ടീച്ചർ സ്കൂളിൽ വരുന്നത് തന്നെ എന്നെ അവളെയും കൂടെ കമ്പയർ ചെയ്യാനും കളിയാക്കാനും വേണ്ടിയാണ്. എനിക്ക് അന്ന് ഞാൻ ഒരു ഇതിലാണ് ഞാൻ ഒരു ടീച്ചർ ആകണമെന്നുള്ള തീരുമാനം എടുത്തത് തന്നെ. കാരണം എന്നെ പോലുള്ള കുട്ടികളുണ്ട്, ആ കുട്ടികളെ അംഗീകരിക്കണം, ആ കുട്ടികൾക്ക് വേണ്ട മോട്ടിവേഷൻ കൊടുക്കണമെന്നുള്ള ഒരു പ്രോത്സാഹനത്തിനാണ് ടീച്ചർ ആവണമെന്ന് തന്നെ ആഗ്രഹിച്ചിട്ടുള്ളത്. സാധാരണ എല്ലാവരും നല്ല ടീച്ചേഴ്സിനെ കണ്ടിട്ടായിരിക്കും ടീച്ചർ ആവണമെന്ന് ആഗ്രഹിക്കുന്നത്. ഞാൻ അങ്ങനെയല്ല. ഞാൻ അനുഭവിച്ച ഒരു ഇതുണ്ട്, അത് അനുഭവിക്കുന്നവരുണ്ട്. ആ ഒരു അനുഭവം വേറൊരു കുട്ടിക്ക് ഉണ്ടാവരുത് എന്ന് വെച്ചാൽ എനിക്ക് കിട്ടുന്ന കുട്ടികളെങ്കിലും എനിക്ക് നന്നായിട്ട് കൊണ്ടുവരാൻ പറ്റണം, അവോയ്ഡ് ചെയ്യുന്നിടുന്ന പിള്ളേരെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റണം എന്നൊരു ആഗ്രഹത്തിലാണ് ഞാൻ വന്നത്. ആ ടീച്ചർ എപ്പോഴും വന്നിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പോഴും ആ ഒരു സംഭവം എനിക്ക് സ്കൂളിനെ കുറിച്ച് വലിയ ഓർമ്മയില്ല, കാരണം ആ സ്കൂള് അത്ര നല്ലൊരു എക്സ്പീരിയൻസ് അല്ലായിരുന്നു എനിക്ക്. ഈ ടീച്ചറിനെ എനിക്ക് സ്ഥിരം ഓർമ്മയുണ്ട്. ആ ടീച്ചർ എന്നും ക്ലാസ് വന്നിട്ട് ആദ്യം വന്നിട്ട് ഒരു 5 മിനിറ്റ്സ് ആ ടീച്ചറിന്റെ ജോലി എന്ന് പറഞ്ഞാൽ എന്നെ ചീത്ത വിളിക്കുക എന്നുള്ളതാണ്. പുള്ളിക്കാരി വന്നിട്ട് ജസ്റ്റ് വൈ കാന്റ് യു സ്റ്റഡി ലൈക്ക് ജിയാനി എന്ന് പറഞ്ഞിട്ട് അവളെ വെച്ച് എന്നെ കമ്പയർ ചെയ്യും. നേരെ പോയിട്ട് ജിയാന്റെ ക്ലാസ്സിൽ പോയിട്ട് അവളോട് ജിയാൻ വൈ ഇസ് ജെഫിൻ നോട്ട് സ്റ്റഡിങ് എനിത്തിങ്, എന്തോ ഒരു പ്രഷർ അവർക്ക് കിട്ടുന്ന രീതിയിലായിരുന്നു അവർ ആ ഒരു ബിഹേവിയർ ചെയ്യുന്നത്. മുടങ്ങാതെ എന്നും ഇതായിരുന്നു അവരുടെ ഒരു ഹോബി. എനിക്കത് ഭയങ്കര ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ്. ലാസ്റ്റ് ഞാനും അവളും കൂടെ ചേച്ചിയും കൂടെ ഭയങ്കര വഴക്കായി തുടങ്ങി വീട്ടിൽ. കാരണം ഈ ഒരു പ്രശ്നം, നമ്മൾ കൊച്ചു മനസ്സല്ലേ, ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഹർട്ടാവും. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഞാൻ ആ ഹർട്ടാകുന്നതിന്റെ കോസ് എന്റെ മനസ്സിൽ ജിയാനാ. അപ്പൊ ഞങ്ങൾ തമ്മിൽ ഭയങ്കര വഴക്കായി, അടിയായി, ഒന്ന് പറഞ്ഞ് രണ്ട് ഭയങ്കര പ്രശ്നമായി തുടങ്ങി ഈ ഒരു പ്രശ്നം. കാരണം ലാസ്റ്റിൽ ഞാൻ പറഞ്ഞു എനിക്കിനി ആ സ്കൂളിൽ പോകണ്ട, ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞാണ് ഞാൻ ആ സ്കൂളിൽ നിന്ന് തന്നെ മാറുന്നത്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു കമ്പാരിസൺ, ഈ ഒരു പ്രഷർ കാരണം. ഇതൊരിക്കലും പിള്ളേരുടെ ഇടയിലില്ല. പ്രത്യേകിച്ച് 2 സിബ്ലിങ്സ് ഉണ്ട്, അവർ രണ്ടുപേരും 2 രീതിയിലാണെങ്കിൽ ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വലാ. അവർക്ക് കിട്ടിയേക്കുന്ന കഴിവുകൾ കാണും. ഇപ്പൊ ജിയാൻ ഇല്ലാത്ത കുറെ സ്ട്രോങ് പോയിന്റ്സ് എനിക്കുണ്ട്, എനിക്കില്ലാത്ത കുറെ സ്ട്രോങ് പോയിന്റ്സ് ജിയാനുണ്ട്. ആ ഒരു സ്ട്രോങ് പോയിന്റ്സ് വെച്ചിട്ട് അവളെ ക്രിട്ടിസൈസ് ചെയ്യുക, എന്നെ പ്രൈസ് ചെയ്യുക, അല്ലെങ്കിൽ എന്നെ ക്രിട്ടിസൈസ് ചെയ്യുക, അവളെ പ്രൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ട്രോമയാണ് ഒരു വ്യക്തിയുടെ ലൈഫിൽ കൊടുക്കുന്നത്. അത് ഒരിക്കലും പേരൻസോ അങ്ങനെ ചെയ്യുന്ന ടീച്ചേഴ്സ് ഉള്ള സ്കൂളിലോ പിള്ളേരെ വിടരുത്. ചില പേരൻസിന് ഒരു എന്താ പറയുന്നത് ഒരു എസ്റ്റീം പോലെ പറയുന്ന കേട്ടിട്ടുണ്ട്. അവർക്കൊരു ഇന്ന സ്കൂളിൽ വിട്ട് എന്റെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിളാ ഈ ഇടയ്ക്ക് ഒരു കുട്ടി സൂയിസൈഡ് ചെയ്ത ന്യൂസ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ആ സ്കൂളിൽ വിടുന്നതെന്ന് പറഞ്ഞാൽ ആ സ്കൂളിന്റെ പേര് കാരണം, പക്ഷെ അവിടെ കുട്ടികൾ ഏൽക്കുന്ന ഒരു ട്രോമയുണ്ട് ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന്. മിക്കവാറും ഉള്ള ഇടങ്ങളിൽ സംഭവിക്കുന്നതെന്ന് ചിലര് അവരുടെ ലൈഫിൽ അവരൊരു പരാജയമായിരിക്കും. അവർ ആ ഒരു ഫ്രസ്ട്രേഷൻ വന്ന് കുട്ടികളുടെ മണ്ടയ്ക്ക് അടിച്ചങ്ങ് ഏൽപ്പിക്കുക. ഒരിക്കലും ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യരുത്. ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ കുട്ടികളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. അല്ലാതെ ആ ടീച്ചറിന്റെ ഫ്രസ്ട്രേഷൻ കൊണ്ടൊന്ന് അടിച്ചേൽപ്പിക്കാനുള്ള ഒരു സ്ഥലമായിരിക്കില്ല സ്കൂൾ അല്ലെങ്കിൽ ക്ലാസ്. അങ്ങനെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അവരുടെ ലൈഫിൽ ഒരു പരാജയമായിരിക്കും. അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് തീർക്കുന്ന കുട്ടികളുടെ മണ്ടയ്ക്കായിരിക്കും. അത് കാരണമാണ് ആ കുട്ടികളെ ഇത് ലൈഫ് പോകുന്നത്. പിന്നെ ഇച്ചിരി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ബോർഡുള്ള സ്കൂളുകളാണെങ്കിൽ മിക്കവാറുള്ള കാര്യങ്ങൾ ആ സ്കൂളിൽ തന്നെ ഒതുങ്ങുന്നുണ്ടെന്നേ ഉള്ളൂ. ഇപ്പം കേരള സ്കൂൾ കൊള്ളത്തില്ല, കേരള സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ്, കാര്യങ്ങളാണ്. അത് എന്തുകൊണ്ടാണ് അത് പുറത്തു വരുന്നത്? ആ സ്കൂളിൽ അങ്ങനെ ഒതുക്കാൻ ആരും ഇല്ല. അതൊരു ഗവൺമെന്റ് ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു പ്രൈവറ്റ് മാനേജ്മെന്റ് ആണെങ്കിൽ പോലും വലുതായിട്ട് അവരത് ഒതുക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ്. എല്ലായിടത്തും ഏകദേശം ഒരുപോലെ തന്നെയാണ് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളത്. ആ കാര്യങ്ങൾ കൂടുതൽ പുറത്തു വരുന്നത് ഈ കേരള സ്കൂളുകളിലാണെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അങ്ങനെയുള്ള ഇടത്ത് പേരൻസിന് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ അവിടെ കുട്ടികളെ വിടാതിരിക്കുക. നിങ്ങളുടെ കുട്ടി വന്ന് നിങ്ങളോട് ഒരു ബുദ്ധിമുട്ട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടില്ല, ആര് കേൾക്കും ആ കുട്ടിയെ? നിങ്ങളാണ് ആ കുട്ടിയെ കേൾക്കേണ്ടത്, നിങ്ങളാണ് ആ കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. ആ കുട്ടി വന്ന വിഷമം പറയുന്നുണ്ട്, ഇല്ല ടീച്ചർ അങ്ങനെ, ടീച്ചർ ഇങ്ങനെ, അല്ലെങ്കിൽ ആ സ്കൂളിൽ പഠിക്കുന്ന ഏതാണ്ട് വലിയ കാര്യമാണ് എന്ന് പറയുന്ന വെറും മണ്ടത്തരവാ. ഒരു കാര്യമില്ല. ആ കുട്ടിക്ക് ഒരു ട്രോമ, ഒരു പേഴ്സൺ അല്ല, നാളെ ഒരു വ്യക്തി എന്ന നിലയിൽ ആ കുട്ടിക്ക് മുന്നോട്ട് വരാൻ പറ്റാതിരിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. എന്റെ മോൻ ഇന്ന സ്കൂളിലാണ് പഠിക്കുന്നതെന്നുള്ള പേര് മാത്രമേ അതുകൊണ്ട് ഗുണമുള്ളൂ.
ആ കുട്ടിയെ നിങ്ങൾ നശിപ്പിക്കുക ചെയ്യുന്നത്. അതൊരിക്കലും നിങ്ങൾ ചെയ്യരുത്. ഇത് എന്റെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നും പറയുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഉറപ്പോടെ എനിക്കത് പറയാൻ പറ്റുന്നത്, നിങ്ങൾ ചെയ്യരുത് എന്നുള്ള കാര്യം. അതാണ് നമ്മൾ ഈ സ്കൂൾസ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ പേരൻസ് എന്താണ് അതിനുള്ള ഒരു മാൻഡേറ്ററി ആയിട്ട് അവരെന്താണ് അതിനൊരു ബേസ് വെക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എല്ലാവരും കുറച്ച് പേരുള്ള സ്കൂള് അല്ലെങ്കിൽ നല്ല ടീച്ചേഴ്സ് ഉള്ള സ്കൂള്, ആ സ്കൂളിൽ വിട്ടാൽ ഏത് സ്കൂളിൽ വിട്ടാലും പഠിക്കേണ്ട കുട്ടിയാണെങ്കിൽ പഠിക്കും, പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ളതാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ഒന്നും നോക്കാതെ ഒരു സ്കൂളിൽ കൊണ്ട് കുട്ടിയെ ചേർക്കണം എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷെ അതിനുള്ള പ്രഷർ നമുക്ക് കുറയ്ക്കാം. നമുക്ക് എല്ലാത്തിനും കുറച്ച് പ്രഷർ എടുത്താലേ നമുക്കൊരു സന്തോഷമാകത്തുള്ളൂ. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ച് പ്രഷർ എടുത്ത് അല്ലെങ്കിൽ ഇന്ന സ്കൂളിൽ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ കിട്ടണം, അവിടെ തന്നെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് കുട്ടികൾക്ക് എൻട്രൻസ് ടെസ്റ്റ് വരെ ഉണ്ട് സ്കൂളുകളിൽ കയറാൻ വേണ്ടിയിട്ട്. നീ അത് പാസ്സായില്ലെന്നുണ്ടെങ്കിൽ അവിടെ അഡ്മിഷൻ കിട്ടിയാൽ കുഞ്ഞിനെ തൊട്ട് കൊച്ചിന് പ്രഷർ കൊടുത്ത് വളർത്താനാണ്. എന്താ ഒരു ഗവൺമെന്റ് സ്കൂളിൽ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഗവൺമെന്റ് സ്കൂളിൽ വിട്ട് പഠിച്ച എത്രയോ നല്ല, നമ്മുടെ മുമ്പിൽ തന്നെ എത്രയോ നല്ല എക്സാമ്പിൾസ് ഉണ്ട്. അവിടെ നല്ല ടീച്ചിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ മാക്സിമം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസിൽ തന്നെ വിടാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിരിക്കും. കാരണം 10ാം ക്ലാസ് വരെ മലയാളം മീഡിയം സ്കൂൾസിൽ പഠിച്ചിട്ട് പെട്ടെന്നൊരു ട്രാൻസ്ഫർമേഷൻ +1 +2 ഇംഗ്ലീഷിലേക്ക് ഉണ്ടാകുമ്പോൾ എല്ലാ കുട്ടികൾക്കും അത് കോപ്പ് ചെയ്യാൻ പറ്റണം എന്നില്ല. ഞാനത് അനുഭവിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്കറിയാം. കാരണം എനിക്ക് പെട്ടെന്ന് ഒരു ഷിഫ്റ്റ് ഉണ്ടായപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ലായിരുന്നു. എങ്ങനെ ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതിന്റെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചാണ്. അപ്പോൾ മലയാളം മീഡിയം എന്നത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് മീഡിയം ആയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് കുട്ടികളെ ആ രീതിയിലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പക്ഷെ അതിന്റെ പുറത്ത് അപ്പോൾ മുതലേ കുട്ടികൾക്ക് എൻട്രൻസ് ടെസ്റ്റ് അത് ഇത് എന്ന് പറഞ്ഞ ഒരു പ്രഷർ കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു, ജെഫിൻ പറഞ്ഞല്ലോ സാധാരണ എല്ലാവരും ഒരു നല്ല ടീച്ചറിനെ കണ്ടിട്ടാണ് ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നത്. ജെഫിൻ ആഗ്രഹിച്ചത് മറ്റൊരു അനുഭവത്തിലൂടെയാണ്. ഇത് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, എനിക്ക് അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ശരിക്കും ഇല്ലാന്ന് പറഞ്ഞു. ബേസിക്കലി ഞാനാണ് മൂത്ത കുട്ടി, അതുകൊണ്ട് അങ്ങനെ ഒരു കമ്പാരിസൺ എനിക്ക് വന്നിട്ടില്ല. പക്ഷെ എങ്ങനെയുണ്ടല്ലോ, ഞാനൊരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചെങ്കിലും കോളേജിലേക്ക് വന്നപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഉഴപ്പിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ സിമ്പിൾ ആയിട്ട് ഒരു ഡെയിലി ഒരു എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ ഒരു എക്സാമിനേഷൻ നടക്കുന്ന ഡേയാണ്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ഈ ഫ്രണ്ട് എന്ന് പറയുന്ന ആൾ അത്യാവശ്യം 95% 95 എബവ് മേടിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരു ആവറേജ് 80-85 കിടക്കുന്ന ഒരാൾ മാത്രമാണ് കോളേജ് ടൈമിൽ വന്നപ്പോൾ. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നും എൻ്റെ മൈൻഡിൽ ഓർക്കുന്ന ഒരു കാര്യമാണ്, എക്സാമിൻ്റെ അന്ന് രാവിലെ ഞങ്ങൾ നടക്കുന്ന സമയത്ത് ഈ ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനലിന്റെ ആ ഒരു കോർണർ വഴി മിസ് ഓൾ ദി ബെസ്റ്റ് കൊടുക്കുകയാണ് ആ കുട്ടിക്ക് മാത്രം. ഇതുണ്ടല്ലോ എൻ്റെ മൈൻഡിൽ എന്നും കിടക്കുന്ന ഒരു സാധനം. ഇത് എത്ര ശ്രമിച്ചിട്ടും എൻ്റെ മൈൻഡിൽ നിന്ന് ആ പിക്ചർ മാറിയിട്ടില്ല. അന്നും ഇന്നും എന്നും കിടക്കും. ഞാൻ ഈ കുട്ടിക്കാലത്തൊന്നും എനിക്ക് അനുഭവിക്കേണ്ട വന്നിട്ടില്ല, ചിലപ്പം പഠിച്ചതുകൊണ്ടായിരിക്കും. എനിവേ ഒന്നും അനുഭവിക്കേണ്ടതല്ല. പക്ഷെ ആ സമയത്ത് ഇതുണ്ടല്ലോ, അന്നത്തെ എക്സാമിന്റെ ഭയങ്കര കുളമായിരുന്നു. ഞാൻ തോറ്റൊന്നുമില്ല, അത്യാവശ്യം മാർക്കൊക്കെ കിട്ടി. ഈ പറയുന്ന പോലെ തന്നെ ഒരു 75 എബോവ് കിട്ടിയെങ്കിലും പെർസെന്റേജ് കിട്ടിയെങ്കിലും ഇതെന്റെ മൈൻഡിൽ ഇങ്ങനെ കിടക്കണം. ഞാൻ അന്ന് വൈകിട്ട് വീട്ടിൽ വന്ന് എനിക്ക് ഒത്തിരി സങ്കടമായിരുന്നു കേട്ടോ. ഞാൻ അന്ന് തീരുമാനിച്ചു, ഈ പഠിക്കാൻ മോശമാണ് അല്ലെങ്കിൽ മാർക്ക് കുറവായതിന്റെ പേരിൽ ഒരു കുട്ടിയോട് ഞാൻ ഡിസ്ക്രിമിനേഷൻ കാണിക്കില്ല എന്ന് ഞാൻ അന്ന് തന്നെ തീരുമാനിച്ചൊരു കാര്യം. അത് കാരണമാണ് ഞാനിപ്പം എൻ്റെ ഒരു ടീച്ചിങ് സ്റ്റൈലേ ഡിഫറെന്റ് ആണ്. എൻ്റെ എല്ലാ കാര്യത്തിലും അത് ഭയങ്കര ഡിഫറെന്റ് ആണ്. അതിന്റെ ഒരു മെയിൻ കാരണം ഇത് തന്നെയാണ്. ഇതേപോലെ ഞാൻ ഭയങ്കര അഡ്മയർ ചെയ്ത ഒരു ടീച്ചർ കോളേജിലുണ്ടായിരുന്നു. ആ ഒരു സ്റ്റൈലിലുമാണ് ഞാൻ പഠിപ്പിക്കുന്നതെന്നും എനിക്ക് തോന്നുന്നു. ഞാൻ രണ്ട് വ്യക്തികളുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞാൽ മറ്റേ വ്യക്തി ആരാണെന്ന് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആവും. അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. ബട്ട് ഈ രണ്ട് കാര്യങ്ങളും എനിക്ക് കിട്ടിയത് ഒരേ ഇടത്തുനിന്ന്. പോസിറ്റീവ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ മോശം പറയുന്നില്ല, ആ ഒരു ഇടത്തെ ഇതായിട്ട് പറയുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, ഇപ്പം ഇത്രയും കോളേജ് ലെവലിൽ ആയി കഴിയുമ്പോൾ നമുക്കത് കുഴപ്പമില്ല, നമുക്ക് ആ ഒരു ഇത് കിട്ടും. അവൾ പഠിച്ചോണ്ടാണ് അവളെ അങ്ങനെ ചെയ്തത്, എനിക്ക് അതുകൊണ്ട്. പക്ഷെ ഈ കുട്ടിക്കാലത്തൊക്കെ ഇത് അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാണ്ടല്ലോ, അതൊരു ട്രോമയായിട്ട് നമ്മുടെ ലൈഫേ മാറി. ഇതിപ്പം ഞാൻ എടുത്തത് ഇതൊരു പോസിറ്റീവായിട്ടാണ്. ഞാൻ അനുഭവിച്ച കൊച്ചുങ്ങൾ അനുഭവിക്കരുത്, അല്ലെ അവർക്ക് എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ടാവരുത് കരുതി ഞാൻ എന്നെ തന്നെ മെച്ചപ്പെടുത്തി ഒരു ടീച്ചറായി ഞാൻ അങ്ങനെ പെരുമാറുന്നു. പക്ഷെ കുട്ടിക്കാലത്ത് ഇങ്ങനെ, ഞാൻ പറയട്ടെ, ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഒരു കുട്ടിക്ക് ഒരു നെഗറ്റീവ് അടിച്ചാൽ ഒരു അധ്യാപികയെ കൊല്ലാൻ മടിക്കാത്ത വിദ്യാർത്ഥികളാണ് നമുക്ക് ചുറ്റുന്നുള്ളത്. തീർച്ചയായിട്ടും അല്ലെ എന്തൊക്കെ ചെയ്താലും നശിപ്പിക്കാൻ ഒരു പ്രവണതയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. കുട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത്രേ ഉള്ളൂ. അങ്ങനെയായി. എനിക്ക് നമ്മുടെ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ നമ്മൾ സംസാരിച്ചു ഇമോഷൻസിനെ പറ്റി. കുട്ടികൾക്ക് ഇമോഷൻ ഇല്ലാത്ത രീതിയിലാണ് അധ്യാപകർ പെരുമാറുന്നത് പലപ്പോഴും. അത് പാടില്ല. ആ ഇമോഷൻസിനെ വെച്ചുകൊണ്ട് തന്നെ വേണം. നമുക്ക് 27 വയസ്സിൽ, നമുക്ക് 28 വയസ്സിലുള്ള ഇമോഷൻ പോലെ തന്നെ 15 വയസ്സിൽ 15ന്റെ ഇമോഷൻസ് ആ കുട്ടിക്കുണ്ട്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതാണ് ആരും, പേരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും. അങ്ങനെ ഒന്ന് ഇമോഷൻസ് നോക്കാതെ പെരുമാറുന്ന ചിലപ്പോൾ ആ സമയത്ത് ഫ്രണ്ട്സ് മാത്രമായിരിക്കും. അത് കുഴപ്പമില്ല, അത് അവരുടെ കമ്പനിയായി. പക്ഷെ എനിക്ക് തോന്നുന്നു അവരുടെ ഇമോഷൻസ് വെച്ച് വേണം ഒരു പേരൻസും ടീച്ചേഴ്സും അവരെ കണക്കാക്കാൻ. പെട്ടെന്ന് ഇത് പറഞ്ഞപ്പോൾ എന്റെ മൈൻഡിൽ കൂടെ പോയ ഒരു കാര്യമാണത്.
പലപ്പോഴും കുട്ടികളെ അവരുടെ ഇമോഷൻസ് എന്തോ പേരൻസ് അവരെ കാണുന്നത് അവരുടെ എന്തോ ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് കാണുന്നത്. അവർക്ക് എന്തോ അവകാശമുള്ള ആ രീതിയിൽ, അതായത് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ കേൾക്കണം, അല്ലെ ഞാൻ ഇത് ചെയ്യണം. ഒരിക്കലും ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ സ്ലേവ് അല്ല. ആ കുട്ടിക്ക് ആ കുട്ടിയുടേതായ ഇൻഡിവിജ്വാലിറ്റിയും ആ കുട്ടിയുടേതായ വ്യക്തിത്വവും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ആ കുട്ടി വളർന്നു വലുതാവും. ഇപ്പൊ ഇരുന്ന് പറയും ഇപ്പം എന്താ പറയുന്നത്, ലൈക്ക് മയക്കുമരുന്നിന് അഡിക്റ്റഡ് ആവുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആ കുട്ടി ചിലപ്പോൾ ഒരു അംഗീകാരത്തിന് വേണ്ടി ഒരു സർക്കിളിൽ ചെന്ന് പെടുമ്പോഴായിരിക്കും അവിടെ ഇത് യൂസ് ചെയ്യുന്നവരായിരിക്കും ഉള്ളത്. അങ്ങനെയായിരിക്കും ആ കുട്ടി അതിലേക്ക് പോകുന്നത്. അത് വേറൊരു ഡിഫറെന്റ് ടോപ്പിക്കാണ്, നമുക്ക് ഒരു ദിവസം അതിനെക്കുറിച്ച് സംസാരിക്കാം. ഈ അംഗീകാരം, പ്രത്യേകിച്ച് ടീനേജ് എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾ ഒരു ഇമോഷണൽ റോളർ കോസ്റ്ററിൽ പോകുന്ന ഒരു ടൈം. പല പല ഹോർമോൺസ് അവർ എത്രയും നാളും ഫേസ് ചെയ്തിരുന്ന കാര്യങ്ങളല്ല അവര്. ഇപ്പൊ ബോത്ത് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും കുട്ടികൾ നേരിടുന്ന കാര്യങ്ങൾ ഭയങ്കര ഡിഫറെന്റാണ്. അത് മനസ്സിലാക്കി അവർക്ക് കൊടുക്കേണ്ട സപ്പോർട്ട് കൊടുത്ത് നിന്ന് കഴിഞ്ഞുണ്ടല്ലോ കുട്ടികൾ എങ്ങും പോകത്തില്ല. കുട്ടിയെ ഒരു ഇൻഡിവിജ്വലായി കണ്ട് നിൽക്കുന്ന പേരൻസ് ഉണ്ട്, നല്ല ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന പേരൻസ് ഉണ്ട്, നല്ല രീതിയിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ, അവരെ പ്രഷറൈസ് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്ന പേരൻസ് ഉണ്ട്. ആ കുട്ടികളെ നിങ്ങൾ നോക്കൂ, അവരെങ്ങും പോകത്തില്ല. അവർ കറക്റ്റ് ആയിട്ട് എപ്പോഴും കെട്ടിയിടുമ്പോഴാണ് അഴിച്ചുവിടാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു സെയിങ് ഉണ്ട്, നമ്മൾ സ്വന്തമായിട്ട് ഒരു മുറി പൂട്ടി അതിൻ്റെ അകത്ത് ഇരിക്കുവാണെങ്കിൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും അതിൻ്റെ അകത്ത് ഇരിക്കാം. പക്ഷെ ആ സെയിം മുറിക്കകത്ത് നമ്മൾ ഒരാൾ പുറത്തുനിന്ന് പൂട്ടിയിടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 5 മിനിറ്റ് പോലും നമുക്ക് അതിനകത്ത് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റത്തില്ല. അതാണ് ഇപ്പൊ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികളെ പൂട്ടിയിട്ട് ഒരു ടൈം എത്തുമ്പോൾ കുട്ടികൾ ഇതിൽ നിന്ന് ബ്രേക്ക് ഫ്രീ ആവും. നാളെ ആരടാ എന്ന് ചോദിച്ചാൽ എന്താടാന്ന് ചോദിക്കാൻ കുട്ടിക്ക് ഒരു ധൈര്യം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുമോ കുട്ടിയെ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ എന്റെ മോനായതുകൊണ്ട് എനിക്ക് ഇവനെ അടിച്ചിടാന്ന് പറഞ്ഞാൽ നാളെ ആ കുട്ടി കൈവക്കി തിരിച്ചൊരു അടി തന്നാൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇച്ചിരി ആരോഗ്യമുള്ള വ്യക്തിയാണെങ്കിൽ, കുട്ടി ഒരു ആരോഗ്യമുള്ള വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു നല്ല ഫ്രണ്ടായിട്ട് ആ കുട്ടിയെ മനസ്സിലാക്കുക. ഞാൻ ആദ്യം പറഞ്ഞ അതേ കാര്യം തന്നെ. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന നോ യുവർ ചൈൽഡ്, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ചൈൽഡ് എന്താ നമ്മൾ മനസ്സിലാക്കുക. അതിനനുസരിച്ച് ആ കുട്ടിയെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വഴി കാട്ടുക. അപ്പൊ ടീച്ചേഴ്സ് ഒരു ഫെസിലിറ്റേറ്റേഴ്സ് അല്ലെങ്കിൽ ഗൈഡാന്ന് പറയും. അതേപോലെ തന്നെ പേരൻസ് ആണെങ്കിലും ഒരിക്കലും ഒരു കുട്ടി ഒരു പേരന്റിന്റെ പ്രോപ്പർട്ടി അല്ല. കുട്ടിക്ക് ആ കുട്ടിയുടേതായ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. പേരൻസ് എപ്പോഴും അത് മനസ്സിലാക്കി ആ കുട്ടിയെ ഗൈഡ് ചെയ്യുക, അതിന് പറ്റുന്ന നല്ല വഴിയിലേക്ക് ഗൈഡ് ചെയ്ത് കൊടുക്കാൻ മാത്രമേ, നല്ലൊരു ഫ്രണ്ട് ആകുക. എന്തുകൊണ്ടാ കുട്ടികൾ പോയി ഫ്രണ്ട്സിനോടല്ല കാര്യം പറയുന്നത്? അവിടെ അവർക്കുള്ള ഫ്രീഡം ഉണ്ട്. അവരെ ആരും ജഡ്ജ് ചെയ്യുന്നില്ല, വഴക്ക് പറയുന്നില്ല, ഒന്നുമില്ല. തെറ്റാണെങ്കിൽ തെറ്റാന്ന് പറയുക, തെറ്റ് വഴി പറഞ്ഞു കൊടുക്കുക, പറഞ്ഞ് മനസ്സിലാക്കുക, എന്നിട്ട് നേരായ വഴിയിൽ അവരെ കൊണ്ടുപോവുക. അതാണ് ഒരു പേരൻസിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. ഓക്കെ, അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം, അത് ടീച്ചറും കുട്ടിയും തമ്മിലായാലും കുട്ടിയും പേരന്റും തമ്മിലായാലും എല്ലാവരും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് നടന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കുറെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും റിയാക്ഷൻസ് കൊടുക്കാതെ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാതെ എങ്ങനെ ആ പ്രശ്നത്തെ നേരിടണമെന്ന് ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷം തീരുമാനിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങൾക്കും പല കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടാകും, നല്ല പരിഹാരങ്ങൾ ഉണ്ടാകും. നമുക്ക് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ബെറ്റർ സൊല്യൂഷൻസ് ആയിരിക്കുമല്ലോ. അപ്പോ അങ്ങനെ ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്കും ആശംസിക്കാം, പ്രാർത്ഥിക്കാം. അപ്പൊ എന്താ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ ഇന്നത്തേക്ക്? ഓക്കെ, നമ്മുടെ ശ്രദ്ധ ലേണിംഗ് സൊല്യൂഷൻസ് ഇപ്പോൾ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു. ഒരു മാസം നമ്മൾ പിന്നിട്ടു. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സസ് നല്ല ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ സ്റ്റാഫും കൂടുതൽ കുട്ടികളും ഒക്കെ ജോയിൻ ചെയ്ത് നമ്മൾ ഇപ്പോൾ ഒരു ഹാപ്പി ഫേസിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങനെ പോട്ടെ. നിങ്ങൾ ഇത്രയും നാളെ നൽകിക്കൊണ്ടിരുന്ന എല്ലാ സപ്പോർട്ടിനും എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാം. നന്ദി ജാസ്മിൻ, ജെഫിൻ, താങ്ക് യു. Okay, myself Jilby, winding up. Thank you. Tata. Thank you so much. Thank you. Bye. Thank you.